ഇതാണ് മൈസൂർ ബസ് സ്റ്റാൻഡ്. ഇപ്പം നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ടിലെ വണ്ടി പോയി. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മഴയും കാര്യങ്ങളായിട്ട് ഭയങ്കര പാടായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇറങ്ങുന്ന ടൈമാണെങ്കിൽ മോൻ കരച്ചിലും കാര്യങ്ങളായി. അപ്പോൾ തിരിച്ച് നമ്മൾ അരുണാചലിലേക്ക് പോവാണ്. അവിടെ വല്ല വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ കേട്ട് നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് ഈദും കാര്യങ്ങളായതുകൊണ്ട് ഷാനവാസിന് നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അവിടെ വിളിച്ചിട്ടുണ്ട് സാറ്. അപ്പോൾ ഞാൻ അവിടെ പോവാണ്. ഇപ്പം വിളിച്ച ബസ്സൊക്കെ സൈഡാക്കി നിർത്തിയേക്കാണ് മൊത്തം. ഇവിടെ ആയിട്ടായിരിക്കും നമ്മളെ എയർപോർട്ടിലേക്കുള്ള വണ്ടി വരും. വണ്ടി വരുന്ന ടൈം കൊണ്ട് നമുക്ക് വയനാട് ചുരത്തിൻ്റെ വീഡിയോ കാണാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അപ്പം നമ്മൾ തീരുമാനിച്ചതല്ല. സാറ് വിളിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്നെടുത്ത ഡിസിഷനാണ് പോകാമെന്നുള്ളത്. ഈ മലയും ഈ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മൈക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഫോണിൻ്റെ മൈക്കിൽ കൂടുതൽ റെക്കോർഡിംഗ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എത്ര ക്ലിയർ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. മുന്നോട്ട് പോകുന്നതോറും നമുക്കിതിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കാം. വ്ളോഗിങ് നമ്മളൊരു ഇൻട്രോവേർട്ട് പേഴ്സൺ ആയതുകൊണ്ട് നമുക്ക് ഈ വ്ളോഗിങ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള. പക്ഷെ നമ്മളെ അത് ആസ്വദിച്ച് വരുന്നുണ്ട് വീഡിയോ എടുത്ത് പോകുമ്പോൾ. ശരിയാണെന്ന് വിചാരിക്കാം നമ്മൾ. അങ്ങനെ 9-ാം വളവെത്തി. ചുരം കയറി തീരാനായി. ചുരത്തിൽ 9-ാം വളവിൽ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ കുറേ വന്നിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. പോകാനുള്ള ഫ്ലൈ ബസ്. ബസ്സിലെത്തി. വെള്ളം വെക്കാനുള്ള സ്പേസ്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ സാധനം വെച്ചാലുണ്ടാവും. ഇതിൻ്റെ ഒരു കോപ്പി ചെയ്ത് അവിടെ ഉണ്ട്. കാല് ബാക്ക് സീറ്റൊക്കെ ഗ്ലാസ്സിനുണ്ട്, കവറൊക്കെ ഇട്ട് ഈ സൈഡ് കാണിച്ചു കേട്ടോ. നമ്മുടെ കാല് ഇങ്ങനെ വെച്ചാൽ റോഡിലേക്ക് ഇരിക്കുമ്പോൾ ഉണ്ടാവും. കൈ വെച്ചാൽ റോഡിലേക്ക് ഇരിക്കുമ്പോൾ ലേശം പേടിയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റങ്ങൾ വലിച്ചിട്ടാൽ പിന്നെ പേടിക്കാറില്ല. പിന്നെ വണ്ടി ഓടുമ്പോൾ നമുക്ക് റോഡ് അത്ര അടുത്തായി കാണാൻ പറ്റത്തുള്ളൂ. ബസ് കയറി സീറ്റ് കിട്ടി. അരുണാചലിലേക്ക് തിരിച്ചു പോവാണ്. നമ്മളൊരു സമീപം 7-നൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ബസ് പോകുന്ന കുറച്ച് വ്യൂസ് കാണിച്ചു തരാം.
സ്റ്റാൻഡിൽ നിന്ന് ഇറക്കുക. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കുന്ന നിങ്ങൾ കാണുന്നത്. അപ്പം കാല് നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ റോഡിൽ ഇവിടെ ഈ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു വല്ലാത്തൊരു നിങ്ങളെപ്പോഴെങ്കിലും മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുകയാണെങ്കിൽ ഫ്ലൈ ബസ്സിലൊന്ന് ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്ത് സീറ്റ് നമ്പർ 1 ഇരുന്നിട്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു വ്യൂവിലാണ് നമ്മളെ കാണിച്ചിട്ടാണെങ്കിൽ ഈ ഒരു വ്യൂവിൽ സൂപ്പർ യാത്രയാണ്. ചെറുതായിരുമ്പോൾ ചെറിയ പേടിയും വരും, കാരണം ഈ വ്യൂ കംപ്ലീറ്റ് തൊട്ടടുത്തായിട്ട് എനിക്ക് കാണുന്നില്ല. നമ്മുടെ KSRTC ആണെങ്കിൽ ഇത്രയും ഈ ഹൈറ്റിൽ നമുക്ക് ഓടി വരും. അത് വരുന്നില്ല. ഓക്കെ, നമുക്ക് എയർപോർട്ടിൽ തിരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ടെർമിനൽ 2 എത്തിയിരിക്കുകയാണ് ഗൈസ്. 2 പുറത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ തണുപ്പവിടെ പിന്നെ കയറി ചെന്ന സ്ഥലം മാറിപ്പോയി. പിന്നെ അപ്പുറത്തേക്ക് നടക്കണം. കുറച്ചങ്ങോട്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്തെടുക്കാം. സീറ്റ് സെലക്ട് ചെയ്തില്ല. കൊൽക്കത്ത വരെ 39F റൈറ്റ് സൈഡിൽ വിൻഡോ സീറ്റ് കിട്ടി. ഇനി കൊൽക്കത്ത ടു ഇറ്റാനഗറിലേക്ക് നമുക്ക് 19A ഉണ്ട്. 19A എടുക്കാം. 18F കാണാം. 19A എടുക്കാം. ഓക്കെ, കണ്ടിന്യൂ. ബാഗൊന്നുമില്ല, ഒറ്റ ബാഗുള്ളൂ. കണ്ടിന്യൂ, അക്സെപ്റ്റ്. നമ്മളെ ബോർഡിംഗ് പാസ് പുറത്തേക്ക് വരണം. ബോർഡിംഗ് പാസ് പ്രിൻ്റ് എടുക്കട്ടെ. ഇവിടെ പ്രിൻ്റ് വരുന്നില്ലല്ലോ. വന്നു. ഒരു പാസ് കിട്ടി. ഒന്നും കൂടെ വരാനുണ്ട്. അടുത്തത് വന്നു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ബാംഗ്ലൂർ ടു കൊൽക്കത്ത. ഞാൻ എൻ്റെ സീറ്റിലിരുന്നു ഗൈസ്. ഈ ഫ്ലൈറ്റിലെ ഏറ്റവും ലാസ്റ്റ് സീറ്റ് 39F. അതാ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ മൊത്തം നിരനിരയായി ഇറത്തിയിട്ടിരിക്കുന്നു. ലഗേജിൻ്റെ ബോക്സുകളാണ് അതൊക്കെ. എനിക്കൊന്നും ലഗേജ് ഇല്ലായിരുന്നു, ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് അങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ സെക്യൂരിറ്റി ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ ബാക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സേഫ്റ്റിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് നമുക്ക്. Oxygen masks will fall automatically from the panel above. Pull a mask down sharply to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secured before helping others. There are 10 അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ ടാറ്റ കൊടുത്തുകൊണ്ട് അടുത്തത് കൊൽക്കത്തയ്ക്ക് പോകാൻ പോവാണ്. ഇപ്പം പറക്കും നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. വീഡിയോയിൽ നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ആ സ്പീഡ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പിടിച്ചിരിക്കട്ടെ. ടേക്ക് ഓഫിൻ്റെ ടൈമിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ വല്ലാതെ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ മിസ് ചെയ്യും. ഏടൻ്റെ കളിയും കാര്യങ്ങളും പോകുന്നതിൻ്റെ ചെറിയൊരു ടെൻഷൻ നമുക്ക് ഈ സമയത്താണ് വരാം. ഏടനെ എല്ലാവരും മിസ് ചെയ്യും.
അങ്ങോട്ടുള്ള ഈ വ്യൂ ആണ് ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു ചെറിയ ചെറിയ റോഡും മരങ്ങളും ചെറിയ വീടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല രസമാണ്. ടോപ്പ് എഡ്ജ് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണാൻ റോഡിലെ കൂടെ ചെറിയ ചെറിയ വണ്ടികൾ പോകുന്നത്, മരം. വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇപ്പം മേഘം ഒന്ന് മൂടിപ്പോയി. ഇതും നിങ്ങൾ കാണേണ്ടതാണ്. ഈ മേഘത്തിൻ്റെ അടുത്തുകൂടെ നമ്മളിങ്ങനെ പോകുന്നത് നിങ്ങളെ ആസ്വദിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് എടുത്തതാണ്. നല്ല രസമുണ്ടാവും കാണാൻ. ഒരു പ്രത്യേക ഒരു രസമാണ് ഇത് കാണുന്നത്. ഈ പഞ്ഞിക്കെട്ടിൻ പോലെ ഇങ്ങനെ മേഘങ്ങളിങ്ങനെ പരന്ന് നിൽക്കുന്നത് അനങ്ങാതെ, ചില മേഘങ്ങൾ ചെറുതായി അനങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രത്യേക അതിലേക്ക് സൺലൈറ്റ് വന്നിങ്ങനെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നല്ല ഭംഗിയായി കണ്ടിരിക്കാൻ. ഒരു ഗ്ലാസിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഞാൻ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കൊൽക്കത്ത തിരികെയാണ്. ലാൻഡിങ് സ്വിച്ചസൊക്കെ വന്നു. കൊൽക്കത്തൻ്റെ ആകാശ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല ഞാൻ വിചാരിക്കുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, അടുത്തടുത്തായിട്ട് ഫ്ലാറ്റുകൾ, വീടുകൾ ഒക്കെ. കൊൽക്കത്തയുടെ ഒരു പ്രത്യേക ഭംഗിയത് കാണാൻ. നമുക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലാൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ചെറിയൊരു ഷെയ്ക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഞാനൊന്ന് ഫോൺ മുറുകെ പിടിക്കുകയാണ്, ചിലപ്പോൾ ഷെയ്ക്കാവും. കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. നോക്കാം നമുക്ക്. യെസ്, ലാൻഡായി. ചെറിയൊരു ഷേക്ക് കൂടി ഞാനായി. യെസ്, ലാൻഡായി. ഓക്കെ ഗൈസ്, അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫ്ലൈറ്റുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മളെ ബസ് വന്നപ്പോണ്ട്. ഇതാണ് ഞാൻ വന്ന ഫ്ലൈറ്റ്. നല്ല നോയ്സ് ഉണ്ട്. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ബസ്സിൽ കയറാൻ പോവാണ്. ഓക്കെ, ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ നോക്കി നടക്കുകയാണ്. ഇവിടെ അടുത്താണ് ഞാൻ. ഫ്ലൈറ്റ് ലേറ്റായിട്ട് ആകെ സെക്യൂരിറ്റി ഒക്കെ ലേറ്റായി. കൊൽക്കത്തയിൽ നിന്ന് നേരെ ഇനി ഓളങ്കിലേക്കാണ്. കൊൽക്കത്ത ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ഇനി ഇറങ്ങുന്നത്. ഫ്ലൈറ്റ് നിർത്തിയിട്ട് കണ്ടില്ലേ? കറങ്ങി തിരിഞ്ഞ് വേണം പോകാം. ലാസ്റ്റ് മിനിറ്റ് അരുണാചൽ വണ്ടി കയറിയിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ ചിറക്. സ്നാക്സിന് ഫ്ലൈറ്റുകൾ പോസ് ചെയ്ത് ചോദിച്ചോളൂ.
ഗൈസ്, ആസാമിൽ ഫ്ലഡ് കാരണം നമ്മളെ വെള്ളമാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് നല്ല മഴയാണെന്ന് പറഞ്ഞു ആസാമിൽ. അതിൻ്റെ വെള്ളം നമ്മൾ കാണുന്നത് അതാവണം, അവിടുത്തെ നദിയും കാര്യങ്ങളായിരിക്കണം നമ്മൾ കാണുന്നത് വിചാരിക്കുന്നത്. ലാൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ. ആസാമിൻ്റെയും അരുണാചലിൻ്റെയും ബോർഡറാണ് ഈ വരുന്നത്, ഹോളോങ്കി എയർപോർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത്. എങ്ങനെ എത്താമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൽ നമുക്ക് അല്ലാതെ നോക്കുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളം പാടത്തും വീടിൻ്റെ അവിടെ വരെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അരുണാചലിൽ ഇരിക്കുകയാണ്. ഇടനെ പോലൊരു മോനെ ഇവിടെ നിന്ന് വാശി പിടിക്കുന്നുണ്ട്. കേരള മോനെ, ബസ് കേരള മോനെ. ഇതാണ് നമ്മുടെ ഇറ്റാനഗർ എയർപോർട്ടിൻ്റെ ഉൾഭാഗം. ഒരു ചെറിയൊരു എയർപോർട്ടാണ് ഇത്. ഇത് പുതിയ ബിൽഡിങ്ങാണ്. അവിടെ പഴയ ബിൽഡിങ്. അവിടെ അപ്പം നമ്മളൊന്ന് ഇറങ്ങിയ ഇതാണ് പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്. ഇതുകൂടി വന്നു വരുമ്പം എയർപോർട്ട് കുറച്ച് വലുതാവും. പുതിയ എയർപോർട്ടാണ്, പണിയെടുത്ത് ഇറന്നുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ആകുമ്പോഴേക്ക് സൂപ്പറാവും. നല്ല ഏരിയ ഉണ്ട്. പുരോഗമിച്ച് വരുന്നേ ഉള്ളൂ. നമ്മൾ പെട്ടിരിക്കുകയാണ്. കൂട്ടാൻ വന്ന വണ്ടീൻ്റെ എന്തോ സുനാപ്പിളി പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറേ ദൂരം നടക്കേണ്ടി വരും. ആകെ പെട്ട് വന്ന ടൈം വളരെ മോശപ്പെട്ട ടൈമായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ദൂരം ഇപ്പോൾ അത് എയർപോർട്ടിൻ്റെ സെൻറ്റർ. അവിടെ നിന്ന് ഞാൻ ഇവിടെ വരെ നടന്ന് ഇനിയും കണ്ടോ നോക്കത്ത ദൂരത്ത് നല്ലോണം കുറേ ദൂരം മാത്രമല്ലാണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അതൊരു അവസ്ഥയാണ്. റോഡ് ഇങ്ങനെ നിരന്ന് കിടക്കുക. നടക്കുമ്പം കടകളൊക്കെ കാണുകയാണെങ്കിലും ദൂരം അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നല്ല ദൂരം തോന്നിക്കുന്നുണ്ട്. നോക്കാം കട കാണുമെന്നുള്ളത്. ഇത് കടയിലേക്ക് എടുത്തായിട്ടാണ് വണ്ടി കിടക്കുന്നതെന്ന് പറഞ്ഞത്. നടന്ന് നോക്കാം. ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. പുള്ളി ആ പൊട്ടിയ സാധനം ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് പതുക്കെ വരാൻ നോക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറേ ദൂരം നടന്ന് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. മഴ പൊടി പെയ്ത് കഴിഞ്ഞാൽ പെട്ടു. നോക്കാം എന്താവുന്നുള്ളത്. അവിടെ എവിടെയോ ആയിരിക്കും കിടക്കുന്ന വണ്ടി. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇത്രയും ദൂരം നടക്കണം. ഇവിടെ എവിടെയാ വണ്ടീൻ്റെ പൊടി പോലും കാണുന്നില്ല. പുള്ളി പതുക്കെ ഓടിച്ച് വരികയാണെങ്കിൽ രക്ഷപ്പെട്ട്. തടിയും മൊത്തം കുറയുന്ന തോന്നുന്നു അടുത്ത വഴിക്ക്. വല്ലപ്പോഴും ഒന്ന് നടക്കണേന്ന് പറഞ്ഞിപ്പം ആ മൊത്തം ഇവിടെ നടന്നു തീർക്കുന്ന എനിക്ക് തോന്നുന്നു. സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. മൊട്ടക്കുന്ന്. മഴ പെയ്താൽ അടിപൊളിയായിരിക്കും. കഴിഞ്ഞാൽ ഉപ്പാടിളകിയതാ. വണ്ടി പോരുന്നുണ്ട്. വണ്ടിക്കാർ നിർത്തിയിട്ട് പോരുന്നോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല ഇവന്മാരുടെ കാര്യം. ചിലപ്പം നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇറക്കിയില്ലെങ്കിലേ ഇവന്മാരൊക്കെ ഭാഷ എത്ര അറിയില്ലല്ലോ. നമ്മൾ മലയാളികളൊക്കെ ആണെന്നുള്ള ചിലപ്പം പണി തന്നാലോ പറയാൻ പറ്റില്ല. ഒന്നാമത് ഇവന്മാരുടെ ഭാഷയും ഇവന്മാരുടെ രീതി ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇടപഴകി പെരുമാറാൻ പറ്റില്ല. നോക്കാം. എന്തായാലും വണ്ടി വരുന്നുണ്ടല്ലോ. എന്തായാലും കുറച്ച് പേരോട് നടന്നു നോക്കാം. പതുക്കെ നടക്കാം. ഒരു
വണ്ടി കെട്ടി പതുക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. ഒന്ന് മെയിൻ പ്രശ്നം അതല്ല, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. നോക്കാം, പുള്ളി പതുക്കെ വരികയാണെങ്കിൽ ഞാനും ഇവിടുന്ന് പതുക്കെ നടന്നാൽ മതിയല്ലോ. ഇത് തന്നെയാണ് തോന്നുന്നത്. നോക്കട്ടെ, വണ്ടി കിട്ടുമോ വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനോട് എവിടെയാണെന്ന് വെച്ചാൽ പുള്ളിക്കും വലിയ വഴി അറിയാമല്ലോ. പുള്ളി പറഞ്ഞത് ഗേറ്റിൻ്റെ അടുത്ത് തൊട്ടടുത്താണുള്ളതെന്നാണ്. അതപ്പോൾ നടക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഗേറ്റും കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്ത എൻട്രി ഗേറ്റ് എത്താനായി. പുള്ളിനെ കാണുന്നില്ല. തൊട്ടടുത്ത് നിന്ന് അവർക്ക് വണ്ടി പോകുമ്പോൾ തോന്നുന്നു. പക്ഷേ നടക്കുമ്പോൾ കുറേ ദൂരം അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മുഹമ്മദ് നിൽക്കുന്ന കണ്ടിട്ട് ആ പുള്ളി ഫോണിൽ കിട്ടൂല. നോക്കാം നമുക്ക്. ഗൈസ്, സന്തോഷ വാർത്ത. നമ്മൾ കാത്തിരുന്ന വണ്ടി ഇഴഞ്ഞ് വരുന്നുണ്ട്. കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടാണെന്ന് തോന്നുന്നു. പുള്ളി അതിനകത്ത് പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. നോക്കാം വന്നിട്ട് എന്താ പറയുന്നത്. मोहम्मद भैया रेडी कर दिया? रेडी मतलब बांध रस्सी से बना है, पूरा टूट के गिर गया था। अभी क्या करेगा? काल भी बोला है हम ना മാർക്കറ്റ് ബിസ്ക്കറ്റും ഒരു കോപ്പി വെള്ളവും വാങ്ങി വിശക്കുന്നതിന്. അത് കഴിഞ്ഞ് തൽക്കാലം മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോവാണ്. നേരത്തെ കട്ടയ്ക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. 2 ദിവസം അങ്ങനെ വണ്ടി നന്നാക്കാൻ പറഞ്ഞു. നന്നായി കൊടുക്കാത്തതിനെ കൊണ്ട് ചെറിയ ദേഷ്യത്തിലായിരുന്നു. അതിന് മറ്റേ പുള്ളി തെറി പറയുക. എന്താണ് ഗൈസ്, നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള വഴി. നമ്മളെ മുഹമ്മദ് ഭയ്യ TNTയുടെ ഡ്രൈവർ. गाड़ी अभी बर्बाद हो गई है नहीं? क्या गाड़ी है? अभी 3 साल भी नहीं हुआ इसका। ऐसे ज़्यादा आवाज़ ये हाइट है. വളരെ പതുക്കെ പോകുന്നുള്ളൂ വണ്ടിയിൽ. കാരണം ഈ സാധനം കയറുകൊണ്ട് കിട്ടിയപ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ പതുക്കെ നമ്മളിങ്ങനെ പോവാണ്. നമ്മൾ ഈ വീടൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പച്ചപ്പും ഈ കുന്നും ഈ മലയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ കുറേ ടെൻഷൻ ഫ്രീ ആവും. കയറ് പൊട്ടി ഗൈസ്, ചൂടായിട്ട് കയറ് പൊട്ടിപ്പോയി. ഈ ചാക്കിനെ പോലൊരു കമ്പിയിൽ കഷ്ണം കിട്ടിയിട്ട് വെച്ചിട്ട് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. इसमें गिर जाना था ना. अच्छा से टाइट आ गया.
രണ്ടാമത് കുറച്ച് ദൂരേക്ക് എത്തിയപ്പോൾ ആ കയറ് പൊട്ടുന്നുണ്ടെന്ന് പുള്ളിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഇറങ്ങി. എൻ്റെ ഒരു കമ്പി ഇവിടുന്ന് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആ കമ്പി വെച്ചാൽ കെട്ടി. ഈ വണ്ടി കറക്റ്റ് പണിയെടുക്കുന്ന സമയത്ത് പണിയെടുത്തില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല, പുള്ളി കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കാനായിട്ടുണ്ട്. ചെയ്യാൻ പറ്റും. ഭൂരിഭാഗം റോഡുകളും ഇങ്ങനത്തെ റോഡുകളാണ്. അതാണ് വണ്ടി പെട്ടെന്ന് കേടാവാനുള്ള മെയിൻ കാരണവും. NH ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. पूरा बंद है, क्या हो गया? नहीं चलेगा. ഇതാണ് നമ്മളന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത്, ഒരിക്കലും വണ്ടി ഇങ്ങനെ ബാക്ക് എടുക്കരുതെന്ന്. കണ്ടില്ല, ഒന്ന് ഇടിക്കാൻ പോയത്. പുള്ളി ബാക്കോട് കാണാൻ പറ്റില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ ചന്ദ്രനഗർ കട. നമ്മുടെ ഒരു കട. गगन छेत्री कैसे? ഈ സൈഡിലൂടെ നമ്മളെ ചെറിയ ചെറിയ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ ചെറിയ ചെറിയ കടകളുണ്ട്. ഈ മുള വെച്ചിട്ട് മുള ഇങ്ങനെ അടിച്ചടിച്ചിട്ട് മുളേനെ കൊണ്ട് മുള ചീന്തി അടിച്ചിട്ട് ഉണ്ടാക്കിയേക്കാം. स्लो करने से मैं ये कैप्चर करेगा. ഇവിടെ ഒരുവിധ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളും ഈ ലോക്കൽ ആൾക്കാരും മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയാണ്. NH रोड है. अरुणाचल प्रदेश में NH रोड. वहाँ में गाड़ी नहीं जाएगी, थोड़ा निकाल. वहाँ में क्या पूरा ये फ्लड आया वाला फ्लड ഉണ്ടായി. ഇവിടുത്തെ കടകൾ ഗ്ലാസ് ഇട്ടിട്ട് ഒരു ചില്ല് പോലാക്കി ചെറിയൊരു കവറിട്ട് പോയിട്ട് അതിനകത്തൊരു സാധനം കൊടുക്കും. ഫ്ലാറ്റ് ദിവസം നമുക്ക് ഇതിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. നമുക്കൊരു ദിവസം ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഇതാണ് നമ്മളെ പുതിയ വെജിലി കട. തൊട്ട് അടുത്തല്ലേ നമ്മളെ ഫാക്ടറി വരുന്നത്. രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാം. യെസ്, ഫൈനലി നമ്മൾ TNT ഫുഡ് പ്രൊഡക്റ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കമ്പനിയിലെത്തി. യെസ്, അങ്ങനെ ഞാൻ എൻ്റെ റൂമിലെത്തിയിരിക്കുകയാണ്. അതൊക്കെ ഷാനവാസത്ത് പുറത്ത് വെച്ചായിരിക്കും. റൂം മൊത്തം കൊലയിൽ കിടക്കുക. ഇത് വിരിക്കണം, സെറ്റാക്കണം. ഇരിക്കണം. ലൈറ്റില്ല, ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് റെഡിയാക്കണം. ഗായ്സ്, അങ്ങനെ റൂമിലെത്തി. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു കുളിയും കഴിച്ച് അങ്ങനെ നിൽക്കുകയാണ്. രണ്ടു ചട്ടി പിടിച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയില്ല. ഞാൻ ചായ കുടിച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് അരുണാചലിൻ്റെ. അപ്പോൾ ഇതാണ് അരുണാചലിൻ്റെ രാത്രിയുള്ള വ്യൂ. എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. Those doors, I'm a fool for your love.